ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മതിയാവും നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നല്ലതുപോലെ കഴുകിയും എടുത്തിട്ടുണ്ട്. എന്നാൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ഒരു കടായിലേക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ കഴുകിയെടുത്ത കടലപ്പരിപ്പും ചേർക്കാം. അപ്പോൾ നമുക്ക് ഈ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വെന്തിട്ട് കിട്ടണം. ഇങ്ങനെ ഈ കടലപ്പരിപ്പ് മുഴുവനായിട്ട് ചേർക്കാതെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അങ്ങനെയും പാലിലേക്ക് ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെന്തിട്ട് കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ റവയാണ്. ഇപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല, ഏതാണെന്നുണ്ടെങ്കിലും മതിയാവും. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഈ റവയെല്ലാം ഈ പാലിൽ കിടന്നിട്ട് വെന്തിട്ട് വരണം. അതിൻ്റെ കൂടെ തന്നെ ഈ കടലപ്പരിപ്പും വെന്തിട്ട് കിട്ടണം. വളരെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഈ റവയെല്ലാം നല്ലതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരും. കൂടെ തന്നെ നമ്മുടെ ഈ കടലപ്പരിപ്പും വെന്തിട്ട് കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട, വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ റവയെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക്, ഇത് പ്ലെയിനായിട്ട് വെള്ള കളറിൽ തന്നെ ഉണ്ടാവും. ഇതിനൊരല്പം കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 തുള്ളി ഓറഞ്ചിൻ്റെ കളർ കൂടി ചേർക്കുകയാണ്. ഇപ്പോൾ കളർ ചേർക്കാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കളറിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു കടായിലേക്ക് മാറ്റാം. ഒരു കടായിലേക്ക് ഞാനിപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് പഞ്ചസാരയാണ്, ആവശ്യത്തിനുള്ള മധുരം. അപ്പോൾ ഞാനൊരു 200 ഗ്രാം അളവിൽ ഷുഗർ ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടി. അപ്പോൾ ഏലക്കയുടെ നല്ലൊരു മണം എല്ലാം ഉണ്ടാവും. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു പീസ് അളവിൽ കറുവാപ്പട്ടയാണ്. അപ്പോൾ ഈ കറുവാപ്പട്ട ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു കറുവാപ്പട്ടയുടെ മണമൊക്കെ ഉണ്ടാകും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്. അപ്പോൾ നമ്മൾ എന്ത് മധുരത്തിൽ തയ്യാറാക്കുമ്പോഴും ഒരല്പം ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. കുറച്ചധികം സമയമെടുക്കും നമ്മുടെ ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്കും ഷുഗറെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് ഇത് വീണ്ടും ലൂസായി തുടങ്ങും. ഇതുപോലെ ഷുഗർ എല്ലാം ഒന്ന് ലൂസായി തുടങ്ങുന്ന ടൈമിൽ പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യാണ്. ഒരു 8 ടീസ്പൂൺ അളവിൽ ചേർക്കുന്നുള്ളൂ, കൂടുതലൊന്നും ആവശ്യമില്ല. ഇനി അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഇതുപോലെ ബർഫി പോലെ എന്ത് തയ്യാറാക്കി എടുക്കുമ്പോഴും നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതിലുള്ള കംപ്ലീറ്റ് വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. ആ ഷുഗറിലുള്ള വെള്ളവും അല്ലാതെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള വെള്ളം ഒക്കെ വറ്റിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ട് കട്ടിയായിട്ടുള്ള തിക്കായിട്ടുള്ള സ്വീറ്റ് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഇതല്ല നമ്മൾ ഏത് സ്വീറ്റ് തയ്യാറാക്കിയാലും അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇതിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റാതെ വരുമ്പോൾ വരുന്ന പ്രശ്നമാണ്. നമ്മളിപ്പോൾ ട്രെയിലേക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള പീസായിട്ട് വരാതിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്നെസ് ആയിട്ടൊക്കെ ഉണ്ടായിരിക്കുക, അങ്ങനെയൊക്കെ വരുന്നത് അതിലെ വെള്ളമൊന്നും വറ്റാതെ ഇരിക്കുമ്പോഴാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത് ഇനി ട്രെയിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഇത് കട്ടിയായിട്ട് വന്നോളൂ എന്ന്. ആ ഒരു രീതി ആകുമ്പോൾ മാത്രമേ നിങ്ങൾ മാറ്റാൻ പാടുള്ളൂ. കുറച്ച് സമയം എടുക്കും, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കിട്ടത്തുള്ളൂ. നമ്മുടെ സ്വീറ്റിലെ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഞാൻ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ മൈസൂർ പാക്ക് തയ്യാറാക്കുമ്പോഴും അല്ലാതെ നമ്മൾ ഇതുപോലെ ബർഫിയൊക്കെ തയ്യാറാക്കുമ്പോഴും ഈ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ എടുക്കാവൂ.
ഇതുപോലെ പാനിൽ നിന്നും വിട്ട് വരും, ഒരു ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരും. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമുക്കറിയാൻ പറ്റും അങ്ങനെ കംപ്ലീറ്റ് വെള്ളവും വറ്റി വരുമ്പോഴത്തേക്കും. ഇതിപ്പോൾ എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രെയിലേക്ക് മാറ്റാം. അപ്പോൾ ട്രെയിൽ ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറും അതിലേക്ക് കുറച്ച് നെയ്യും പൊട്ടി കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം വൈറ്റ് പേപ്പർ ഉണ്ടല്ലോ, ആ വൈറ്റ് പേപ്പറിൽ ഇതുപോലെ നെയ്യ് പുരട്ടിയിട്ട് അങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്വീറ്റ് എല്ലാം വെച്ചിട്ട് ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കാം. നല്ലതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ബദാമാണ് ഇടുന്നത്, ആ ബദാം കുറച്ചിട്ടതിന് ശേഷം ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല പ്രസ്സായിട്ട് ഈ നട്ട്സ് എല്ലാം ഉണ്ടാവും. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നല്ലതുപോലെ തണുത്തിട്ട് വരുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പീസിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ കുറച്ച് സമയം തണുത്തതിന് ശേഷം എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ഇപ്പോൾ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കഴിക്കണം തോന്നുമ്പോഴും ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴും നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.